മാലാഖ എന്ന പേരിനർത്ഥം ദൈവദൂതൻ എന്നാണ്. പല ഭാഷയിലും മാലാഖമാർക്ക് പല പേരാണുള്ളത്. ചില ഭാഷയിൽ മലക്ക് എന്ന് പറയും, ഏഞ്ചൽ എന്ന് പറയും, ആഞ്ചലോ എന്ന് പറയും. പക്ഷേ ഇവരുടെ എല്ലാം ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മാലാഖമാർക്ക് ഉള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. മാലാഖ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന രൂപം എന്ന് പറയുന്നത് നല്ല സിൽക്ക് പോലത്തെ നല്ല വെള്ള ഡ്രസ്സ് ഇട്ട് രണ്ട് ചിറകുള്ളത്, പിന്നെ തലയ്ക്കും പൊക്കത്തിൽ ഇങ്ങനെ വട്ടം, പ്രകാശത്തിൻ്റെ ഒരു വട്ടം, പിന്നെ കയ്യിലൊരു വടി, അതിൻ്റെ അറ്റത്ത് നക്ഷത്രം. ഇതാണ് എൻ്റെ മനസ്സിലുള്ള മാലാഖ എന്നുള്ള ഇത്. പക്ഷെ ഞാൻ കണ്ട മാലാഖമാർക്കൊന്നും ഈ ഡ്രസ്സൊന്നും അല്ലായിരുന്നു. അവരെല്ലാം യൂണിഫോമിലുള്ളവരായിരുന്നു. ആദ്യം കണ്ട മാലാഖനെ കുറിച്ച് ഞാൻ പറയാം. അത് ഒമാൻ എയർപോർട്ടിൽ വെച്ച്, എനിക്ക് തോന്നുന്നത് കോവിഡിനൊക്കെ മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് വരേണ്ട രാജ്യത്തോട്ടുള്ള ഒരു വിസയുടെ ഒരു പ്രശ്നം, കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിസയുടെ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്ന്, അങ്ങനെ ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഫാമിലിയായിട്ട് നാട്ടിലോട്ട് ഒമാനിൽ വന്നിട്ട് ഈ രാജ്യത്തോട്ട് വരുവാണ്. അപ്പോൾ അവിടുത്തെ വിസയുടെ ചേഞ്ച് ആയതുകൊണ്ട് അവരെന്നെ അവിടെ തടഞ്ഞു നിർത്തിയപ്പോഴത്തേന് അവർ ഫോണൊക്കെ വിളിച്ച് അവരുടെ ഒരു മെയിൻ ഉദ്യോഗസ്ഥനെ വരുത്തി. അയാളൊരു അറബി ആയിരുന്നു. അയാൾക്ക് എയർപോർട്ടിലെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു. അയാൾ വന്ന് അവിടെ വിളിക്കുന്നു, എവിടേക്കോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അവസാനം അയാളുടെ സ്വന്തം റിസ്കിൽ അയാൾ എൻ്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ്, ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ നിന്നെ ഞാൻ വിടുകയാണ്, അടുത്ത പ്രാവശ്യം ഇത് അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പാനിക്കായിട്ട് നിന്ന ആ സിറ്റുവേഷനിൽ അയാൾ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ചിലപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ഞങ്ങളെ തിരിച്ച് വിടുമായിരിക്കുമെന്ന്. ആ അവസരത്തിൽ ആ അറബിയാണ് എനിക്ക് മാലാഖയായിട്ട് തോന്നിയത്. ഇപ്പോഴും ഞാൻ എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ അയാളെ ഞാൻ ഓർക്കാറുണ്ട്. അയാളുടെ ഫേസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അയാൾ എനിക്ക് ചെയ്തു തന്ന നന്മയ്ക്ക് ഞാൻ ഓർത്ത് നന്ദി പറഞ്ഞ് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്, എപ്പോഴും ഒന്നുമല്ല, ഓർക്കുമ്പോൾ. പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ ജോലിയിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ഒരു കാര്യം വന്ന് ഞാൻ പാനിക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതൊരു ഡോക്ടറായിരുന്നു. അയാൾക്ക് യൂണിഫോം ഉണ്ട്. അയാളൊരു റഷ്യൻ മാലാഖയാന്ന് പറയാം. അവനിങ്ങനെ വാലൊക്കെ തുറന്ന് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി അവന് രണ്ട് ചിറകുണ്ട്, അവൻ്റെ തലേ വട്ടമുള്ള പോലെ, പ്രകാശത്തിൻ്റെ വട്ടമല്ല. ആ സമയത്തും അയാൾ എനിക്ക്, ആ പാനിക് സിറ്റുവേഷനിൽ അയാൾ എനിക്ക് മാലാഖയായിരിക്കും. പിന്നെ മൂന്നാമത്തെ മാലാഖ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഓബിയസ്ലി ജീവിതമാണ്, കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ മാനേജബിൾ ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ പോകുന്നു. അതൊരു ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് കണ്ട് ഞാനിങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ ആ ഏപ്രിൽ മാസം എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമായിരുന്നു അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്കറിയത്തില്ല, ഒരു മരവിച്ച ഒരു അവസ്ഥ. ആ സമയത്ത് എനിക്കൊരു അഡ്വക്കേറ്റ് എന്നെ കാണാൻ സാധിച്ചു. ആ മാഡമാണ് എനിക്ക് നല്ലതായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ തന്ന് ഇപ്പം ഞാൻ ഈ സർവേ ചെയ്ത് നിൽക്കുന്നതിനുള്ള കാര്യം അവരാണ്. ആ ക്രൂഷ്യൽ ടൈമിൽ അവരായിരുന്നു എനിക്ക് മാലാഖനെ പോലെ തോന്നിച്ചത്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ മാലാഖന്മാരെന്ന് പറയുന്നത്. പിന്നെ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം നിങ്ങളോട് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കൈവിട്ട് പോകും. നമ്മുടെ ബ്രെയിൻ പല പല ചിന്തകളും നമുക്കുള്ളിലോട്ട് തരും. ആ ചിന്തകളിനെയൊക്കെ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിച്ചത് എനിക്ക് മെഡിറ്റേഷൻ കൊണ്ടാണ്. ഒരു 30 ദിവസം കറക്റ്റായിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള മെഡിറ്റേഷൻ അല്ല, നമ്മുടെ ബ്രീത്ത്, ശ്വാസത്തിന് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ മൈൻഡിനെ കാമാക്കുകയാണ് ചെയ്തത്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 1 മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പതുക്കെ അത് അങ്ങനെ നമുക്ക് മൈൻഡിനെ കാമാക്കാൻ പറ്റി. പക്ഷെ എനിക്ക് ആ ഒരു മനസ്സ് കൈവിട്ട് പോയ സമയത്ത്, ശരിയാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി നമ്മൾ അകത്തു നിന്ന് സർവൈ ചെയ്ത് വരാൻ നോക്കുമ്പോൾ, പിന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ അടുത്ത ബന്ധുക്കളോടും
രക്തബന്ധമുള്ളവരോടൊക്കെ പറയുമ്പം ശരിക്കും അവർ നമ്മളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, നമ്മളെ വിശ്വസിക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു അവസരമാണത്. സത്യമായിട്ടും നമ്മൾ ഡിപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പല പല ചിന്തകൾ കയറി വരും. പക്ഷേ നമുക്ക് എളുപ്പമുള്ള വഴിയൊക്കെ ചിലപ്പം ബ്രെയിൻ ഇങ്ങനെ കാണിച്ചു തരും. ഒരു തുള്ളി വിഷം, അല്ലെങ്കിൽ ഒരു മുഴം കയറ്, റെയിൽവേ പാളയം, കുളം, ഇതൊക്കെ കാണിച്ചു തരും. പക്ഷെ ആ ഒരു 1-2 സെക്കൻഡിനുള്ളിൽ ആ ചിന്തകൾക്ക് എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിച്ചു. എൻ്റെ മനസ്സിലോട്ട് വേറൊരു ചിന്ത കയറി വന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യര് എന്തെല്ലാം തീരാവ്യാധികൾ, ക്യാൻസർ, അങ്ങനെയൊക്കെ പല പല രോഗങ്ങളിലോട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അത് ക്യൂർ അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് പോലും ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കുന്നു. കിഡ്നി മാറ്റിവെക്കുന്നു, ലിവർ മാറ്റിവെക്കുന്നു, ബോൺമാര മാറ്റിവെക്കുന്നു. പിന്നെ പല അപൂർവമായ രോഗങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ബക്കറ്റ് പിരിവൊക്കെ നടത്തി ഇതാക്കുന്നത്. അത് തന്നെയല്ല, ചില ഈ അറബ് രാജ്യത്തൊക്കെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപയല്ല പിരിച്ചു കൊടുക്കുന്നത് ആ ഒരു ജീവന് വേണ്ടി. അപ്പം അത്രയ്ക്ക് പ്രഷ്യസ് ആണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ തിരിച്ചറിയാതെ നമുക്കുള്ളിൽ കയറി വരുന്ന ഒരു ചിന്തയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മഹത്തായിട്ടുള്ളൊരു ജീവിതം നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അത് ഒരിക്കലും ആരും ചെയ്യല്ല. സത്യമാണ്, ഡിപ്രഷൻ വരും. പക്ഷെ അതിന് പല മാർഗങ്ങളുണ്ട്. ഞാൻ അപ്രോച്ച് ചെയ്ത ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ്. അവരെനിക്ക് കറക്റ്റായിട്ടുള്ള മാർഗങ്ങൾ, നമ്മൾക്ക് എന്ത് പറയണം, പേയ്മെൻ്റൊക്കെ ചെയ്യണം. ചിലപ്പം ഫ്രീ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തോളാം. അവർ കറക്റ്റായിട്ട് നമ്മളെ കേൾക്കാൻ തയ്യാറാകും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ തുടങ്ങണം എന്നറിയത്തില്ല, പാലും തുമ്പില്ലാതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. പിന്നെ അത് ഓർഡറിൽ വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരിത് വരും. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോഴത്തേന് ഞാൻ അനുഭവിച്ച ട്രോമയൊക്കെ ചെറുതായിട്ട് പോലും പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഉറക്കത്തെ ബാധിക്കുന്നു, അവർ കരയുന്നു. പിന്നെ ഞാൻ ഓർത്ത്, എന്തിനാണ് നമ്മളായിട്ട് മറ്റുള്ളവരുടെ സന്തോഷം കളയുന്നത്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആയിരുന്നു. എപ്പോഴും ഓർക്കുക, ജീവിതം ഒത്തിരി പ്രഷ്യസ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷം മനസ്സ് പതറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാനായിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ആശുപത്രിയുടെ ഒരു അത്യാഹിത പാടില്ല. അതിൻ്റെ പുറത്തിരിക്കുന്ന ബന്ധുക്കളെ നോക്കിയാൽ മതി. എന്തെല്ലാം സ്വർണം വിറ്റും സ്ഥലം വിറ്റുമൊക്കെയല്ലേ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് ആൾക്കാർ നോക്കുന്നത്. എൻ്റെ ഫാദറിന് ക്യാൻസർ ആയിരുന്നു. ലാസ്റ്റത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴത്തേനും അതിനൊക്കെ തന്നെ 1,90,000 രൂപയാണ്. നമുക്കറിയാം രക്ഷപ്പെടത്തില്ല. പക്ഷെ എങ്ങനെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്രയും രൂപയൊക്കെയാണ് നമ്മൾ ഒരു ജീവൻ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പോകുന്നത്. അതാണ് ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യമുള്ള ജീവിതമാണ് നമ്മൾ കൊണ്ടുപോയി ആത്മഹത്യ എന്ന പേരിൽ കൊണ്ടുപോയി നശിപ്പിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മൾ ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പം, ഒരു ഡിസിഷൻ എടുത്ത് ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പം ഒത്തിരി അപവാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മലയാളികൾ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി മോഡേണായി. നേരത്തെ കലിങ്കിനും കടത്തിണ്ടയിലൊക്കെ ഇരുന്ന് അപവാദം പറഞ്ഞുകൊണ്ടിരുന്നവരിപ്പം ക്ലബിലും ഗാർഡനിലൊക്കെ ഇരുന്നാണ് അപവാദങ്ങൾ പറയുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ ജെന്യുവനാണ്. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തതാണ്. നമുക്ക് കളങ്കം ഇല്ലാത്തവരാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമ്മൾ ജീവിച്ച് തന്നെ കാണിക്കും. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ആത്മഹത്യയിലോട്ട് പോകുന്ന തോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം എന്ന് എനിക്കത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലോട്ടും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.